5 സൈക്കോളജിക്കൽ ട്രിക്സ് ഫോർ ബെസ്റ്റ് പാരൻറ്റിങ് എന്ന് പറഞ്ഞൊരു കാര്യമായിട്ടോ നമ്മൾ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളത്. ഇപ്പം ഞാൻ ആസ് എ പാരൻറ്റ് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഞാനൊരു 100% ഒരു ഗുഡ് പാരൻ്റാന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ ഇത് പറയണത്. ഞാൻ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടും എൻ്റെ ലൈഫിൽ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഗുഡ് പാരൻ്റ് ആകുക എന്നുള്ളതും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പം പൊതുവേ ഞാൻ മറ്റു പാരൻസിനെ നോക്കാറുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് കേൾക്കാറുണ്ട്, സൈക്കോളജിസ്റ്റിൻ്റെ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതേപോലെ ഞാൻ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റിലും ഞാൻ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കും കൂടിയാണ് ഈ ഒരു കാര്യം. അപ്പം എനിക്ക് തോന്നി എന്താണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറയാമെന്നുള്ളത്. അപ്പം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്നത്തെ കാലത്ത് നമ്മുടെ പാരൻസ് പൊതുവേ അങ്ങനെ അങ്ങോട്ട് വളർത്തുകയാണ് അല്ലേ. അപ്പം ഡെഫിനറ്റ്ലി ഇന്നത്തെ കാലത്ത് പാരൻറ്റിങ് എന്താണെന്നുള്ളത് കാര്യങ്ങൾ അറിഞ്ഞൊക്കെ വളർത്തുന്നത് വളരെ നല്ലതാണ്. പാരൻറ്റിങ് എന്ന് പറയുന്നത് നമ്മളൊരാൾ പറഞ്ഞതിൻ്റെ പഠിച്ചതിൻ്റെ പേരിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അത് പേഴ്സണലി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വലിയ സ്കില്ലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആസ് എ പാരൻ്റ് എന്ന നിലയിൽ കേട്ടോ. ഇപ്പം ഒരു കൗൺസിലറായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചതിൻ്റെ പേരിൽ ഞാൻ പറയല്ല, ആസ് എ പാരൻ്റ് എന്നുള്ളത് അതൊരു ബിഗ് സ്കില്ലാണ്. അത് നമുക്ക് ആർജിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അതേപോലെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരു പോലീസ് ഓഫീസർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ ഒരു കുട്ടിയെ അച്ഛനും അമ്മയും ആ കുട്ടിയുടെ പാരൻസിനോട് പറയുന്നത് നിങ്ങൾ തല്ലാത്തതിൻ്റെ പേരിലാണ് ഇപ്പം ഞങ്ങൾക്ക് തല്ലേണ്ടി വന്നതെന്നുള്ളത്. ഈ ഒരു ന്യൂസ് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇപ്പോഴത്തെ ജെൻറൽ പാരൻറ്റിൽ പറയുന്ന കുട്ടികൾ അധികം അടിക്കരുത്, വഴക്ക് പറയരുത്, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളും പഠിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു പോലീസ് ഓഫീസർ പറയേണ്ട ഒരു അവസ്ഥ, നിങ്ങൾ സമയത്തിന് തല്ലാത്തതിൻ്റെ പേരിലാണ് ഇന്നിപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കേണ്ടി വന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പാരൻറ്റിങ്ങിൽ കുട്ടികൾക്ക് ചെറിയ ചെറിയ പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ, ഇതൊക്കെ ഞാനെന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പറഞ്ഞെന്നാലോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന് പറഞ്ഞെന്നാലോ ഒന്നും പറഞ്ഞൊരു കാര്യമല്ല. പാരൻറ്റിങ് എന്ന് പറയുന്നത് അതൊരു കലയാണ്, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വളർന്നു വരേണ്ടതാണ്. അപ്പോൾ കുറച്ച് പോയിന്റ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ചിന്തിക്കേണ്ടതും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജേണിയിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ തിരുത്തി കൊണ്ടുവരേണ്ടതും മാറ്റേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് ചിന്തിക്കാനും അത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത്. ഒരു പൊതുവെ ഒരുപാട് ടൈപ്സ് ഓഫ് പാരൻറ്റിങ് ഉണ്ട് കേട്ടോ. 5 ടൈപ്സ് ഓഫ് പാരൻറ്റിങ് ആണുള്ളത്. അതിനെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതിലെ ഏറ്റവും ബെസ്റ്റ് പാരൻറ്റിങ് എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്നാണ്. അതിൻ്റെ മീനിങ്സ് പറയുന്നത് നമ്മൾ കുട്ടികളോട് ഭയങ്കര ഫ്രീഡം ഫ്രണ്ട്ലി തന്നെ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് ഒരു പാരൻസ് ഇന്നത്തെ നമ്മുടെ പാരൻസ് പോകേണ്ടതെന്നാണ് ആ പഠനത്തിൽ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൊതുവേ നമ്മളെല്ലാവരും എങ്ങനെയാണ്, ചില വ്യക്തികൾ എങ്ങനെയായിരിക്കും, ഭയങ്കര ഫ്രീഡം ആയിരിക്കും, ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, പക്ഷെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ചില വ്യക്തികളാണെങ്കിൽ എപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, കുട്ടികളായിട്ട് അധികം ഫ്രീ ആയിരിക്കില്ല. അങ്ങനെയല്ല വേണ്ടത്. അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്ത് കാര്യങ്ങൾ വരുമ്പോൾ അതിന് നല്ല റൂൾസ് ഉണ്ടാവണം, നല്ല റെഗുലേഷൻസ്. അത് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, പാരൻസിനും കൂടിയുള്ള റൂൾസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സംസാരിച്ച് അവരുടെ ചില്ലായിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനെ ആയിരിക്കണം പൊതുവെ പാരൻസ് ആയിരിക്കേണ്ടത്. അപ്പം ഇന്നത്തെ തലമുറ ഒരുപക്ഷെ ഭയങ്കര ചിൽ ആൻഡ് കൂളാണ്, പക്ഷേ എത്രത്തോളം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവിടെയാണ് പാളിച്ചകൾ പറ്റാറല്ലേ. പക്ഷേ മുന്നത്തെ നമ്മുടെ പാരൻസിനൊക്കെ ഒരുപക്ഷെ ഫ്രണ്ട്ലി ആയിരിക്കില്ല, അവർക്ക് ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ പാരൻസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മുടെ കുട്ടികളെ ബേസ് ചെയ്തിട്ടായിരിക്കണം അച്ഛനമ്മമാർക്ക്. ഇപ്പം എൻ്റെ കുട്ടിയെ ഞാൻ വളർത്തിയ പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക് അവരുടെ കുട്ടിയെ വളർത്താൻ പറ്റുന്നത്. കാരണം ഞാൻ ചിലപ്പോൾ ചില പോയിന്റ്സ് ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഒരിക്കലും നിങ്ങളുടെ മക്കളുടെ വർക്ക് ആവില്ല. അപ്പം നിങ്ങളുടെ മക്കളെ പഠിക്കുക, നിങ്ങളെയും പഠിക്കുക. കാരണം അമ്മ ഫോൺ നോക്കുമ്പോൾ കുട്ടിയോട് പറയുന്നത് ഫോൺ നോക്കരുത് എന്നാണെങ്കിൽ കുട്ടി ഒരിക്കലും ഫോൺ നോക്കാതിരിക്കില്ല. കാരണം കുട്ടിയുടെ റോൾ മോഡൽ എപ്പോഴും നിങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് പോയിന്റ്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ എന്തായാലും എഫക്റ്റ് ചെയ്യട്ടോ. യുവർ പാരൻറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് എഫക്റ്റീവ് ആവും. അപ്പം ആദ്യത്തെ പോയിന്റായിട്ട് പറയാനുള്ളത് ശിക്ഷയ്ക്ക് പകരം പ്രോത്സാഹനം എന്നുള്ളതാട്ടോ. അപ്പം ഒട്ടും പണിഷ്മെൻറ്റ് കൊടുക്കരുത്, അങ്ങനെ ഒന്നുമല്ല ഞാനിതിൽ പറയണത്. ഓരോ പോയിന്റ്സിനും അതിൻ്റെതായ രീതിയിൽ ഞാനതിനെ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കട്ടെ, ക്ലിയർ ചെയ്തിട്ട്. അപ്പം നമ്മൾ ലൈഫിൽ പൊതുവേ കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനങ്ങൾ കൊടുക്കുക എന്നുള്ളത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ എല്ലാ കാര്യത്തിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പം നമ്മുടെ കുട്ടി നോർമലി ചില സമയത്ത് നമ്മൾ പറയുന്നു വേണ്ട, പറയുകയൊന്നും ചെയ്യാണ്ട് പോയിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് വരുന്നു, എന്തോ ഒരു തോന്നലിൻ്റെ പ്രകാരം അവൾ ഹോംവർക്ക് ചെയ്തു. ഹോംവർക്ക് ചെയ്ത് വന്ന സമയത്ത് നമുക്ക് അവരുടെ അടുത്ത് പറയാവുന്ന ഒരു പ്രോത്സാഹനമുണ്ട്. നമ്മൾ നന്നായല്ലോ, ഹോംവർക്ക് ചെയ്തല്ലോ എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ലാതെ നിങ്ങൾ അവരുടെ അടുത്ത് പറയുന്നു, നീ ഈ ഒരു സമയത്ത് ഹോംവർക്ക് ചെയ്ത് വന്നതിൽ അമ്മയ്ക്ക് നല്ല സന്തോഷമായിട്ടോ, അങ്ങനെ കുറച്ചൊരു
ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന അവരുടെ മനസ്സിനെ കവർന്നെടുക്കുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ പിറ്റേ ദിവസം ആ നേരത്തെ കുട്ടിക്ക് ഹോംവർക്ക് ചെയ്യാൻ തോന്നും. എന്തോ കുട്ടിക്ക് അതിൽ നിന്നൊരു സ്പെഷ്യൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ഒരു പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പൊതുവെ പ്രോത്സാഹനം കൊടുക്കുന്ന ആൾക്കാരാണല്ലേ. എന്തൊരു കാര്യം ചെയ്താലും അവരെ ക്ലാപ്പ് ചെയ്തിട്ടാണെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് അവർക്ക് കൊടുത്തിട്ടാണെങ്കിലൊക്കെ. പക്ഷേ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ മൈന്യൂട്ട് ചെയ്ത് അതിനെ എടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് വേർഡ്സുകൾ നമ്മൾ പറയുമ്പോൾ അത് അവരെത്രത്തോളം ബേസ് ചെയ്യുന്നുണ്ട്, അവരെ എത്രത്തോളം അത് അവരെ മനസ്സിനെ ആ ഒരു ടേണിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചെയ്യണമെന്ന് തോന്നാൻ ഭാഗത്തിന് കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിയോ. അപ്പം ഇതുപോലത്തെ പ്രോത്സാഹനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ശിക്ഷയ്ക്ക് പകരം എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ കുട്ടികളൊന്നും ചെയ്യാതിരിക്കുന്നുണ്ടാവും. ഇതുപോലത്തെ ചെറിയ ചെറിയ സില്ലിയായിട്ടുള്ള കാര്യങ്ങൾ അതിന് ശിക്ഷിക്കാതിരിക്കുക കേട്ടോ. ശിക്ഷ വേണ്ട എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെട്ട ഒരാളല്ല ഞാൻ. കുട്ടികൾക്ക് ചെറിയ ചെറിയ ഭയങ്കര വലിയ പണിഷ്മെൻ്റ് അല്ല, കുഞ്ഞു കുഞ്ഞു പണിഷ്മെൻ്റൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ ആ പോലീസ് ഓഫീസർ പറഞ്ഞ ഒരു കാര്യം ഞാൻ എപ്പോഴും തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ലൈഫിൽ ഇപ്പോൾ ജനറൽ പാരൻറ്റിങ് ശിക്ഷിച്ചത് കൊണ്ടേ കുട്ടികൾ തിരുത്തപ്പെടില്ല കേട്ടോ. അതൊരു ഭയങ്കര സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ കുട്ടികൾ നല്ലോണം അടിക്കോ വഴക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും നേരെയാവില്ല. അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ ഈ ഒരു അടി കിട്ടിയതിൻ്റെ പേരിൽ ഇല്ല, പേടിയുടെ പേരിൽ ചിലപ്പോൾ അത് ചെയ്യാതിരിക്കാം. പക്ഷെ അതിൻ്റെ ഒരു റൈറ്റ് വേ അവരുടെ ഉള്ളിൽ ഉണ്ടാവില്ല. അവരൊക്കെ എപ്പോഴും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ശിക്ഷിക്കുക എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് കുഞ്ഞു കുഞ്ഞു പണിഷ്മെൻറ്റുകളൊക്കെ അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷേ ശിക്ഷയേക്കാൾ ഉപരി അവർ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പാരൻറ്റിങ് എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞതുപോലെ ശിക്ഷ നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നാളെ പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ കുട്ടിയെ ശിക്ഷിക്കേണ്ട ഒരു അവസരം ഉണ്ടാവരുത്. അല്ലെങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളെ ലൈഫിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ലൈഫിലേക്ക് വരും. അത് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു കാര്യമാണെന്നുള്ളൊരു ബോധം ഉണ്ടാവാൻ ഒരു ഭാഗത്തിലെങ്കിലും ശിക്ഷകൾ ഉണ്ടാവണം. അല്ലെങ്കിൽ എപ്പോഴും സ്നേഹവും ഓമനത്വം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ അത്യാവശ്യമാണ്. അത് വളരെ മൈൽഡായിട്ടുള്ളത് അല്ലാതെ ഭയങ്കര ഹേർട്ട് ചെയ്യുന്നതല്ല, അത് ഓക്കെയാണ്. അതല്ലാതെ നമ്മൾ കുഞ്ഞുങ്ങളെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഒരു വഴിയിലേക്ക് കുഞ്ഞ് വരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം അവൻ്റെ ഓരോ എഫേർട്ടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. നമ്മൾ ഏതിലോ കാര്യത്തിൽ നമ്മൾ ചിന്തിച്ച് നടക്കുക, നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, നമ്മുടെ ശ്രദ്ധ എവിടെയെങ്കിലും ഇവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നോക്കാതെ അവരിൽ ഒരു കോൺസെൻട്രേഷനും കൊടുക്കാതെ അവരിങ്ങനെ തോന്നിയ പോലെ ജീവിക്കാൻ വിടുക. അവരവരുടെ ഇഷ്ടത്തിന് ആദ്യത്തെ ചിലപ്പോൾ ഒരു 3 വയസ്സ് വരെയൊക്കെ എങ്ങനെയൊക്കെ കയറുന്നുണ്ടാകുമ്പോൾ 4, 5, 6 വയസ്സൊക്കെ ഇപ്പോൾ അവരെ വീട്ടിൽ ഇഷ്ടം പോലെ അവരെ തോന്നിയ പോലുള്ള ജീവിതം, ഒരു ശ്രദ്ധയില്ല അവരുടെ ലൈഫിലേക്ക്. അവർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ഏത് നേരവും എന്തെങ്കിലുമൊക്കെ വലിയ കുഞ്ഞു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ശിക്ഷയുടെ കാര്യം പറഞ്ഞാൽ ചെറിയൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ശിക്ഷയിൽ ഒതുക്കാം. ആ ഓൺ ദ സ്പോട്ടിൽ കുട്ടികളെ വാച്ച് ചെയ്യുന്ന പാരൻസ് എപ്പോഴും 24/7 കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ആ ശ്രദ്ധിക്കുന്നതിൽ ചെറിയൊരു പോരായ്മയിൽ നമുക്ക് ശിക്ഷിക്കാം. ഇതൊക്കെ കഴിഞ്ഞ ഒരു വലിയ പ്രശ്നം ചെയ്ത് വെച്ചിട്ട് വലിയ അടിയും അല്ലെങ്കിൽ വലിയൊരു വഴക്കോ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം കുട്ടീൻ്റെ ഇടയിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയൊരു സമയത്ത് തന്നെ അപ്പം തന്നെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. അതൊരു കുഞ്ഞു ശിക്ഷയിലാവാം അല്ലെങ്കിൽ ഒരു ഉപദേശത്തിലായിരിക്കാം. എന്ത് രീതിയിലാണ് ആ ഒരു ചെറിയ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഇറ്റ്സ് എ റോങ്, ഇത് പോകുന്ന വഴി ശരിയില്ല എന്ന് തോന്നുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ തന്നെ നമ്മൾ മരുന്ന് എന്താണോ ഉപദേശിച്ചിട്ടാണോ അല്ലെങ്കിൽ കുഞ്ഞു ശിക്ഷ കൊടുത്തിട്ടാണോ എന്നുള്ളത് ഇല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ചില പാരൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും ഒരു ശ്രദ്ധയില്ല, ഒട്ടും മൈൻഡ് ചെയ്യില്ല. അങ്ങനെ വിട്ട് പോയിട്ട് വലിയ വലിയ തെറ്റുകൾ ചെയ്യാം, വലിയ പ്രവൃത്തിയിലേക്ക് പോകുക. ആ സമയത്ത് ഷൗട്ട് ചെയ്യുക, അടിക്കുക, ബഹളം ഉണ്ടാക്കുക. അങ്ങനെ ചെയ്താൽ തിരുത്താൻ പറ്റില്ല, പിന്നെ തീരെ തിരുത്താൻ പറ്റില്ല. കാരണം അവരിത് ഓട്ടോമാറ്റിക്കലി ഹാബിറ്റായിട്ട് വന്നൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം. അധികം കുഞ്ഞു കാര്യത്തിൽ ചെയ്യും. പിന്നെ വലിയ പ്രായങ്ങളാകുമ്പോൾ അത് വലിയ കാര്യങ്ങളിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായങ്ങളിൽ തന്നെ നമുക്ക് നോർമലി അറിയാമല്ലോ ഇത് നല്ലൊരു കാര്യമല്ല, ഇത് ആൾ ഹാബിറ്റായി വന്നാൽ ശരിയാവില്ല. അല്ല കാര്യം കുഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ അതിൽ കുഞ്ഞു ശിക്ഷകളാണെങ്കിലും ഉപദേശങ്ങളാണെങ്കിലും കൊടുത്ത് അവർ തിരുത്താനും വേണ്ടി ശ്രമിക്കും. ഗീവ് ചോയ്സ്, കൺട്രോൾഡ് ഫ്രീഡം എന്ന് പറയും കേട്ടോ. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ വല്ലാണ്ട് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. കൺട്രോൾ ചെയ്യുമ്പം അവിടെ ഒരു വലിയ തെറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കതിനെ എങ്ങനെ മറികടക്കാം, അതിനെങ്ങനെ നമ്മൾ കാണാതെ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ഇതിൽ വരും. എപ്പോഴും ചോയ്സസ് ആട്ടോ നമ്മളെപ്പോഴും എടുക്കേണ്ട ഒരു നല്ലൊരു പാരൻറ്റിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം പറയാം, ഹോംവർക്ക് പഠിക്കാൻ കുട്ടികൾക്ക് എപ്പോഴും ഒരു മടിയായിരിക്കും അല്ലേ. പഠിക്കാൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് പറയും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ കരച്ചിലായിരിക്കും. അപ്പോൾ നമുക്ക്
ഓട്ടോമാറ്റിക്കലി ആദ്യം തന്നെ നമുക്ക് കൊടുക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഹോംവർക്ക് ചെയ്യുന്നോ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയോ, ഇത്ര ടൈമിന് ചെയ്താൽ മതിയോ, അങ്ങനെ ചോദിക്കുക. ചോയ്സ് ആയിട്ട് അവർക്ക് എപ്പോഴും കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം പറയും ഇപ്പോൾ ഇല്ല നമുക്ക് ബയ്യെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ശീലിച്ച് വന്നത് അങ്ങനെയാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യും കേട്ടോ. ഇപ്പോൾ എനിക്കൊരു ചെറിയ കുട്ടിയും കൂടി ഉള്ളതാണ്. അപ്പം ഇപ്പോൾ ഇത് ചെയ്യണ്ട, നമുക്ക് പിന്നെ ചെയ്യാമല്ലേ എന്ന് പറയും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് വാശി പിടിക്കും കേട്ടോ, ഇന്ന് ഈ ഡ്രസ്സ് തന്നെ വേണം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഡ്രസ്സ് ഇടാം, നാളെ ഇതിന് വാശി പിടിക്കരുത് എന്ന് പറയും. അതുകൊണ്ട് ഓൾട്ട് തന്നെ ഞാൻ ചോയ്സ് കൊടുക്കും, ഇന്നോക്കെ നാളെ വേണ്ട എന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നാളെ അത് പറഞ്ഞു വരുമ്പോൾ ഞാൻ എന്ന് ചോദിച്ചാൽ ഓക്കെ എന്ന് പറയും. കാരണം അത് ചെറുതിലേ ശീലിപ്പിച്ചാൽ അത് ഓക്കെ ആവും. കാരണം അങ്ങനെ ചോയ്സസ് കൊടുക്കുക, കൺട്രോൾ ചെയ്യാതിരിക്കുക. നീ അത് ചെയ്യാൻ പാടില്ല, നീ അത് ചെയ്യണ്ട അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകണ്ട. കൺട്രോൾ അല്ല, നമ്മളെപ്പോഴും അവരുടെ ഫ്രീഡം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ പാരൻസിൻ്റെ കയ്യിൽ കൺട്രോൾഡാണ്. പക്ഷെ അത് ചോയ്സ് ആയിട്ട് കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് ഒരിക്കലും ഒരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യില്ല. അങ്ങനെ ആയിരിക്കണം പാരൻറ്റിങ്ങിൽ എപ്പോഴും ഒരു ചോയ്സ് ആയിട്ട്. ഇനി പൊതുവേ നമ്മളിപ്പം ചോയ്സസ് നമ്മളെപ്പോഴും പറയേണ്ട, നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ചോയ്സ് കൊടുക്കും, ടോയ്സിൻ്റെ കാര്യത്തിൽ ചോയ്സ് കൊടുക്കും. അതൊക്കെ കുട്ടികളോട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇനി ഇന്ന ഡ്രസ്സ് തന്നെ ഇടണം എന്ന് പറയേണ്ട ആവശ്യമില്ല. 2 ഡ്രസ്സ് എടുത്തിട്ട് അതിലേതാ ചോയ്സ് ചോദിക്കില്ലേ, അതേപോലെ തന്നെയാണ് ലൈഫിൽ കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ വേണ്ടല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം, ഇപ്പോൾ ഹോംവർക്ക് ചെയ്യണോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യണോ, അങ്ങനെ. അല്ലെങ്കിൽ ഇപ്പോൾ ഹോംവർക്ക് ചെയ്യ് അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇട്, ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചോയ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഗുഡ് പേഴ്സണാലിറ്റി അവരിൽ ബിൽഡ് ചെയ്ത് വരാൻ പറ്റും. അവർ തന്നെ ഓട്ടോമാറ്റിക്കലി കുറച്ചും കൂടെ വലുതാകുമ്പോൾ വന്നിരിക്കും, ഞാൻ ഇപ്പോൾ പഠിക്കണോ അല്ലെങ്കിൽ വയ്യ പഠിക്കണോ അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇടണോ മറ്റേ ഡ്രസ്സ് ഇടണോ, അവരിലും ഒരു ചോയ്സസ് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പാരൻറ്റിങ്ങും ഒരു കുട്ടിയും അമ്മയും എല്ലാം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. മോഡൽ ബിഹേവിയർ, ഞാനിത് പഠിച്ചത് മാത്രമല്ല, ഇപ്പം എൻ്റെ വീട്ടിൽ 4 കുട്ടികളാണുള്ളത്. അതിൽ ഞാൻ നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മൾ എന്താണോ കാണിക്കുന്നത്, പാരൻസ് എന്താണോ പറയണത് അതല്ല അവർ ചെയ്യുക. പാരൻസ് എന്താണോ കാണിക്കുന്നത് അതാണ് അവർ ചെയ്യുക. ഇപ്പോൾ പാരൻറ്റ് 24 മണിക്കൂർ ഫോണിലും കുട്ടിയോട് ഫോൺ നോക്കണ്ടെന്ന് പറഞ്ഞാലും കുട്ടി ഒരിക്കലും കേൾക്കില്ല. പാരൻസ് എപ്പോഴും ഏതെങ്കിലും ഒരു ലോകത്താണ്. കുട്ടികളോട് പറയാം നിങ്ങളെല്ലാം പഞ്ച്വലായിട്ട് ചെയ്യാമെന്നാണെങ്കിൽ കുട്ടികളത് ചെയ്യില്ല. പാരൻസിന് ഒരു പഞ്ച്വാലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു കാര്യവും വീട്ടിലെ കാര്യങ്ങൾ ക്രമമായിട്ട് ചെയ്യില്ല, എല്ലാ സ്ഥലത്തും വിളിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ കുട്ടികളും അതുപോലെ തന്നെ ആയിരിക്കും. കുട്ടികളോട് അത് ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കര പഞ്ച്വലായിട്ട് പോകുമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. പാരൻസ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നമ്മുടെ കുട്ടികളുണ്ടാവുക. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളാണ് കുട്ടികളുടെ മോഡൽ എന്നുള്ളൊരു ഓർമ്മയുണ്ടാവണം. അങ്ങനെ ഒരു പാരൻ്റ് ആവാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ കുട്ടികൾ അങ്ങനെയൊക്കെ ആവണം. കുട്ടികളിലെല്ലാം ഭയങ്കര സൂപ്പറായിരിക്കണം. എൻ്റെ കുട്ടി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് ആയിരിക്കണം. പക്ഷേ ഞാൻ കാണിക്കുന്നത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ കുട്ടികൾ ഒരിക്കലും അതുപോലെ ആവില്ല. ഭയങ്കര മോഡലിംഗ് ആണ്. ഇപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു പാരൻറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ നോക്കും കേട്ടോ. ഫോൺ നോക്കി റീഡ് ചെയ്യും കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ഫോണിൽ വീഡിയോസ് കാണാതിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ കുട്ടി അത് ഫോൺ കൊടുത്തില്ല, റെസ്ട്രിക്ഷനാണ്, വീട്ടിൽ ഫോണൊന്നും കൊടുക്കില്ല, ഫോൺ എടുക്കാൻ പാടില്ല. പക്ഷേ കുട്ടി ആക്ട് ചെയ്യാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ നോക്കുന്ന പോലെ. ബിക്കോസ് വൈ? നാളെ ആ കുട്ടി എങ്ങനെയായിരിക്കും സ്വന്തം ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കാര്യം ഒരു ടീനേജിൽ എത്തുമ്പോൾ നമുക്ക് ഒരിക്കലും ഇവരെ ആരെയും അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ ഇമോഷൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ആ സമയത്ത് അവരെങ്ങനെയായിരിക്കും? അതുകൊണ്ട് എപ്പോഴും ഒരു മോഡലാവാൻ വേണ്ടി തയ്യാറ്. ഇനി അടുത്ത പോയിൻ്റായിട്ട് പറയാനുള്ളത് യൂസ് കാം കമ്മ്യൂണിക്കേഷൻ. ഇത് പറയുമ്പോൾ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ആസ് എ പാരൻറ്റ് എനിക്കറിയാം ചില സിറ്റുവേഷൻസ് നമുക്ക് അവർ ഡാൻഡ്രമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നമ്മൾ സൗണ്ട് ഇട്ട് പോകില്ലേ. പക്ഷേ ശരിക്കും നമ്മൾ സൗണ്ട് എത്രത്തോളം ഇടുന്നോ അത്രത്തോളം അവരും ഭയങ്കര വിയേർഡായിട്ട് അവരുടെ ബിഹേവിയർ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ചിന്തിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള കാര്യമാണ്, നമ്മളെപ്പോഴും കാം കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം അവരുടെ അടുത്ത്. ചിലപ്പം ദേഷ്യം പിടിച്ച എന്തെങ്കിലും സാധനമൊക്കെ വലിച്ചെറിയുന്നുണ്ടാവും. ആ സമയത്ത് നമ്മൾ അവരോട് പറയേണ്ടത്, അയ്യോ മോളുടെ സങ്കടം അമ്മയ്ക്ക് അറിയാം, ഈ ഒരു കാര്യത്തിൽ ചിലപ്പം എന്തെങ്കിലും കാര്യത്തിൽ ആവശ്യപ്പെട്ടതായിരിക്കാം, ഇവിടെ ഇല്ല, എന്ത് ചെയ്യാൻ, എടുക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ തരാൻ ഇവിടെ ഇല്ലല്ലോ. പക്ഷേ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ചാടുകയെ തെറ്റാട്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം മോളെ സങ്കടമൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ രീതിയിലാണ് സംസാരിക്കേണ്ടത്, ഇങ്ങനെ കാമായിട്ടാണ് സംസാരിക്കേണ്ടത്. എന്തിനാ നീ അതെടുത്ത് ചാടിയേ, എന്തിനാ അങ്ങനെ ചാടേണ്ട ആവശ്യമുണ്ടോ, എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ചാടണ്ട കേട്ടോ, ഇങ്ങനെ വച്ചിട്ടുണ്ട് കേട്ടോ, എന്തിനാ ഇങ്ങനെ സൗണ്ട് ഇടണേ, ഇങ്ങനെ കാമായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കാം. എല്ലായ്പ്പോഴും പറ്റണമെന്നൊന്നുമില്ല, എന്നാൽ പോലും നമ്മുടെ പേഴ്സണാലിറ്റി പൊതുവെ അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എപ്പോഴും കുട്ടിയോട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മൾ ശരിക്കും അവർ ജഡ്ജ് ചെയ്യുക. ഭയങ്കരമായിട്ടൊരു ചില
ഏതോ ഒരു ഫിലിമിലുണ്ടല്ലോ അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക സാത്താനായിട്ടൊക്കെ തോന്നുള്ളൂ അവർക്ക്. എപ്പോഴും ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഷൗട്ട് ചെയ്തു പോകും, ഞാനടക്കം ചെയ്തു പോകുന്ന ആളാണ്. പക്ഷേ നമ്മൾ അവർ ചിന്തിക്കുമ്പം എപ്പോഴും കാംഫുള്ളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാവണം എന്നുള്ള രീതിയിൽ മാറാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതൊരു നല്ല ബിഹേവിയറാണ് പാരൻസിൻ്റെത്. നമ്മൾ തെറ്റ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ അടുത്ത് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത്. പക്ഷെ അതിലൊരു ഒച്ചയിടുന്നത് സൗണ്ട് ഇടണ്ട എന്ന് മാത്രമാണ് പറയുന്നത്. കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ അതൊരു ഭയങ്കര കാമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനായിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. സെറ്റ് ക്ലിയർ ആൻഡ് കൺസിസ്റ്റൻറ്റ് റൂൾസ് എന്നുള്ളത്. റൂൾസ് എപ്പോഴും കുഞ്ഞുങ്ങളെ വളർത്തുന്ന പാരൻസിന് ഉണ്ടാവണം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ഗുഡ് പാരൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അതിൽ എപ്പോഴും റൂൾസ് ഉണ്ടാവണം. ഇപ്പം രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കുന്നതെങ്കിൽ അത് എഴുന്നേറ്റ് ചുമ്മാ അങ്ങനെ 4 പറ നടക്കുക, അങ്ങനെയല്ല. ഡയറക്റ്റ് അത് നിങ്ങളുടെ ഒരു ഇതാണ് പെർസ്പെക്റ്റീവിൽ. ഇപ്പം എൻ്റെ ഒരു പാരൻ്റ് ആയതുകൊണ്ട് പോയി രാവിലത്തെ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളില്ലേ, ബ്രഷിങ് ആയിക്കോട്ടെ, ടോയ്ലറ്റിൽ പോകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെയുള്ള രീതിയിലുള്ള റൂൾസ്, അതൊരു പക്ക റൂളാണ്. അത് ഒരു ഗുഡ് മാനറാണ് ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു കുട്ടിക്കും മനുഷ്യന്മാർക്കും. അപ്പോൾ ആ ഒരു കാര്യത്തെ ശീലിപ്പിക്കാം എന്നുള്ളത്. കാരണം ഏതൊക്കെയോ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ ഭക്ഷണം തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഏതിലോ നേരത്തെ ഏതൊക്കെയോ ഫുഡ്സിൽ എങ്ങനെ എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ ടൈം ഇല്ലാതെ കഴിക്കാം, അല്ലെങ്കിൽ ടൈമിന് കണക്കായ രീതിയിൽ കഴിക്കാതെ ഇഷ്ടമുള്ള ഭക്ഷണം ഒരുപാട്, ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ ഒരുപാട് വീട്ടിൽ. പക്ഷെ നമ്മൾ ഈ റൂൾസ് കറക്റ്റ് കൊണ്ടുവരാണെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ല കേട്ടോ. റൂൾസ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടും നമ്മൾ പ്രയോഗിക്കേണ്ട സെറ്റ് ക്ലിയർ റൂൾസ് ആണ്. അത് ക്ലിയർ റൂൾസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൺസിസ്റ്റൻറ്റും കൂടെ. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അത് നമ്മൾ ഇന്നൊരു റൂളാണെങ്കിൽ അത് മരണം വരെ ആ റൂൾ അതുപോലെ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന കാര്യങ്ങളായിരിക്കരുത് കേട്ടോ. എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ റൂൾസിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ, പഠിക്കുന്ന ടൈം ആയിരിക്കാം, എന്തായിക്കോട്ടെ, അത് നമ്മൾ കൃത്യമായിട്ട് ആ ടൈമിന് അതേപോലെ ചെയ്തിരിക്കണം എന്ന് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് ആദ്യമേ അത് ശീലിക്കുകയാണെങ്കിൽ അവർക്കതൊരു റൂട്ടീനാണ്. അവരത് അതുപോലെ തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഈ 4 ദിവസം അമ്മ ഇങ്ങനെ ചെയ്യിക്കും, 5 ദിവസം ഇങ്ങനെ ചെയ്യിക്കും. അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ ഒരു റൂൾസ് ഇല്ല, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അവരിലത് വാശിയായിരിക്കും. അത് ചെയ്യാൻ ഒരു നേരത്തെ നമ്മൾ വിളിക്കുമ്പോൾ, ഹോംവർക്ക് ചെയ്യാൻ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം ഇന്നത് മാത്രമേ കഴിക്കൂ എന്ന് പറയുമ്പോൾ ഒന്നും നമുക്ക് ഒരിക്കലും അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നിയന്ത്രിക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ റൂൾസ് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ, ക്ലിയർ റൂൾസ് ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കണക്ഷൻ ബിഫോർ കറക്ഷൻ. നമ്മൾ കുട്ടികളാണ്, അവർക്ക് എന്താണ് ശരി തെറ്റെന്ന് അറിയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും പാരൻസ് ആണ് അവരെ കറക്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഈ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പോവുകയാണ്. അവരുടെ അടുത്ത് എപ്പോഴും റൂഡാണ്, അവർക്ക് ഒരിക്കലും ഫ്രീഡം കൊടുക്കാതെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവില്ല. അവരിൽ ഒരു കണക്ഷൻ ഉണ്ടാവണം. ഇപ്പം അവർ എന്തെങ്കിലും ചിലപ്പോൾ സ്കൂളിൽ പോയി ടയേർഡായിട്ടാണ് വന്നിട്ടുണ്ടാവുക, പക്ഷെ ഒരുപാട് ഹോംവർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു കണക്ഷൻ ഉണ്ടാവണം. നമ്മൾ അവരുടെ അടുത്ത് സ്നേഹത്തോടുകൂടെ അറിയാം, ഭയങ്കര ക്ഷീണമുണ്ട്, ടയേർഡാണെന്ന് അറിയാം, പക്ഷെ നമുക്കിത് ഹോംവർക്ക് ചെയ്യാതിരുന്നത് ശരിയാവില്ലല്ലോ, നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും എഴുന്നേറ്റ് സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ, നമുക്കൊന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ആ സ്നേഹത്തിലും നമ്മുടെ ആ ഒരു കണക്ഷനിലും കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാൻ തുടങ്ങും. ആ ഒരു കണക്ഷൻ ഉണ്ടാക്കണം. നമ്മൾ ഒരു കാര്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ, ഒരുപാട് തെറ്റുകൾ നമ്മളവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല പാരൻസിനെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, ആ ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ആ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും കുഞ്ഞുങ്ങളായിട്ടൊരു നല്ല കണക്ഷൻ ഉണ്ടാക്കുക. എന്നാൽ മാത്രമേ അവരുടെ തെറ്റുകളെ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരൊരിക്കലും നമ്മൾ തിരുത്താൻ പോയാൽ അതൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യില്ല, അവരൊരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ലേബിൾ ഇമോഷൻസ്. കുഞ്ഞുങ്ങൾക്ക് ഇമോഷൻസ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് കുഞ്ഞു പ്രായത്തിലെ കുട്ടികളിലാട്ടോ കൂടുതൽ കണ്ടുവരിക. അവർക്ക് ചില സമയത്ത് അവർക്ക് വിശപ്പാണെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല, അവർ ഭയങ്കരമായിട്ട് ക്രൈ ചെയ്യുന്നുണ്ടാവും അല്ലേ. ചിലപ്പം എന്തെങ്കിലും ഇമോഷൻ കാരണം എന്താണെന്ന് അവർക്കറിയില്ല, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ടാവും, സാധനങ്ങൾ വലിച്ചെറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഒരു പക്ഷേ നമ്മൾ ആ സിറ്റുവേഷൻ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം. അപ്പോൾ ആ സിറ്റുവേഷൻസ് ഇപ്പോൾ ടോയ് പൊട്ടിയിട്ടാണ് വിചാരിക്കും, ടോയ് പൊട്ടിയിട്ട് ദേഷ്യത്തിലാണ്, ഭയങ്കര കരച്ചിലും സാധനങ്ങൾ വലിച്ചെറിയൊക്കെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നല്ല ദേഷ്യം ഉണ്ടല്ലേ. ചിലപ്പോൾ ഒരു പക്ഷേ അത് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു എൽഡർ സിസ്റ്ററോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സിബ്ലിങ്സോ കസിൻസോ എന്തെങ്കിലും ആയിരിക്കും, അത് പൊട്ടിയതുകൊണ്ടാണല്ലേ, സാരില്ല, ദേഷ്യം ഉണ്ടല്ലേ, സാരില്ല, നമുക്ക് വേറെ മേടിക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് എന്താണെന്ന് വെച്ചാൽ നോക്കി ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ അവർ ഇമോഷൻസ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചെറുതിലേ ശീലിപ്പിക്കണം കേട്ടോ. നമുക്ക് ചെറുതിലേ കുഞ്ഞുങ്ങൾ വെറുതെ ഇങ്ങനെ കരയുന്നതിൽ നമ്മൾ ഒരിക്കലും അവരുടെ എന്താണ് ഇമോഷൻസ് എന്നൊന്നും മനസ്സിലാക്കാതെ അവർക്കൊന്നും പറഞ്ഞു കൊടുക്കാതെ ഇരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നെ ഷാഡിയും കൂടി വരാം. അവരെ ഷാഡ എന്താണെന്ന് പോലും
പോലും നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടാകും. കുഞ്ഞു പ്രായം തൊട്ട് അവർ കരയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവരോട് സംസാരിക്കാനും, അയ്യോ അവർ സംസാരിക്കുന്നൊന്നുമില്ലല്ലോ, അവർക്ക് സംസാരിക്കാനൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അവർ ഒരു വയസ്സാകുമ്പോഴേക്കും നമ്മൾ പറയുന്ന എല്ലാ കാര്യത്തിനും അവർ റിയാക്ട് ചെയ്യുന്നുണ്ടാവും. ഒരു സാധാരണ നോർമൽ ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ ഒരു പ്രായത്തിനിടയ്ക്ക് നമ്മൾ പറയുന്ന എല്ലാ കാര്യം മനസ്സിലാക്കാനുള്ള ബോധം അവർക്ക് ഉണ്ടാവുന്നില്ലേ. 2 വയസ്സാകുമ്പോഴേക്കും അവർ ഏകദേശം വേർഡ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കും. 3 വയസ്സാകുമ്പോഴേക്കും നന്നായിട്ട് സംസാരിക്കൂലേ. ഈ സമയത്തിനിടയ്ക്ക് ഇവർ ഇതൊക്കെ പഠിച്ചെടുക്കുന്നില്ലേ, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നില്ലേ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇമോഷൻസ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് ഇപ്പോൾ ഞാൻ കുറച്ച് വളർന്നു വന്നിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം, നമ്മൾ ഇമോഷൻസ് മനസ്സിലാകാതെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ച് വലുതാകുന്ന പ്രായത്തിൽ എന്തുത്തോളം അവർ ഡാൻഡ്രംസ് ഉണ്ടെന്ന് പറയും, അവർക്ക് എന്തുത്തോളം ഷാഡി ഉണ്ടെന്ന് അറിയാം. അവർക്ക് ഇമോഷൻസ് പല കുട്ടികൾക്കും ചിലപ്പോൾ വിശപ്പ് മനസ്സിലാവില്ല. ഇപ്പോഴത്തെ കുട്ടികളിൽ ഞാൻ കണ്ടുള്ളത് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാവാത്ത കുട്ടികളുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അപ്പോൾ ദേഷ്യം വരും, കരച്ചിൽ വരുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പാരൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇത് വഹിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇമോഷൻസ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയത്തെ പോയിന്റായിട്ട് പറയാനുള്ളത് അവോയ്ഡ് ഓവർ കൺട്രോൾ കേട്ടോ. പല പാരൻസ് ഇപ്പോൾ കണ്ടുവരുന്നത് ഭയങ്കരമായിട്ട് ഓവർ കൺട്രോൾഡ് ആണ് കേട്ടോ. അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കൺട്രോൾസ് ഉണ്ടാവും. ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, പക്ഷേ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള അവർക്ക് ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർ കൺട്രോൾ ചെയ്യേണ്ടെന്നല്ലെങ്കിൽ ചെയ്യരുതെന്ന് പറയേണ്ടെന്നല്ല, എല്ലാ കാര്യത്തിലും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് തിരിയാനും പറയില്ല, മറിയാനും പാടില്ലാത്ത രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കൺട്രോൾ ചെയ്യാതിരിക്കുക കേട്ടോ. ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വരുമ്പോൾ അവർക്ക് ഉണ്ടാകും ആ ഒരു ചെയ്യുന്ന സമയത്ത് ഉള്ള കാര്യങ്ങളിലൂടെ അവർക്ക് എന്താകും ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു തെറ്റായിട്ടുണ്ട്, ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ അത് ഇത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ചില കാര്യങ്ങൾ അവർ ചെയ്യട്ടെ, അത് ചെയ്യുമ്പോൾ ഓക്കെ, അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, അവർ ചെയ്തോട്ടെ. അതിലൂടെ അവരുടെ മിസ്റ്റേക്ക് അവർ പഠിക്കും, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പഠിക്കും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെ. ചില സമയത്ത് നമുക്ക് ഒരിക്കലും കാണുമ്പോൾ ദേഷ്യം വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ ചില കാര്യങ്ങൾ അവർ ചെയ്യട്ടെ, ഓവർ കൺട്രോൾ ചെയ്യാതിരിക്കാം. അത് അവർ എന്താ പറയണ്ടേ, നമ്മൾ പൊതുവെ പറയാറില്ലേ, ചില കുറച്ച് വലുതായാൽ വലിയ കുട്ടികൾക്ക് ചിലപ്പം പൊതുവെ ടീച്ചേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, അവർക്ക് ചില കാര്യങ്ങളൊന്നും ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന്. ഓവർ കൺട്രോളായ മക്കൾക്കായിരിക്കും പൊതുവെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, സ്വന്തമായിട്ടൊരു അഭിപ്രായം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എപ്പോഴും അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ എപ്പോഴും വീട്ടിൽ നിന്ന് പറഞ്ഞ് കേട്ടിട്ട് അവർ എല്ലാം ഇത് ചെയ്യട്ടെ, ഇത് ചെയ്തോട്ടെ, ഇത് പറഞ്ഞോട്ടെ, ഇങ്ങനെ ശീലിച്ചിട്ടേ അവർക്കൊരു ഡിസിഷൻസ് എടുക്കേണ്ട ഒരു സമയം എത്തുന്ന സമയത്ത് അവർക്ക് ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത നിന്ന് പോകുന്നൊരു സിറ്റുവേഷൻസ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഇങ്ങനെ ഭയങ്കര ഫ്രീ കൊടുക്കണം എന്നല്ല, റെസ്ട്രിക്ഷൻസ് വേണം, പക്ഷെ ഓവർ കൺട്രോൾ ആവരുതെന്ന് മാത്രമാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയാനുള്ളത് സ്പെൻഡ് ക്വാളിറ്റി ടൈം. ഇതിന് മുന്നേ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് അവരിലേക്ക് പ്രയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരെ നോക്കി പഠിക്കണമെങ്കിൽ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, എല്ലാത്തിനും നിങ്ങൾക്ക് വേണ്ടുന്നത് അവരുമായിട്ടുള്ളൊരു ബോണ്ടാണ്. അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്യണം. ടൈം സ്പെൻഡ് ചെയ്യാൻ ചില പാരൻസൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലപ്പോൾ കുട്ടികളെ കൂടിയായിരിക്കും. പക്ഷേ കുട്ടി എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു കണക്ഷനേ ഉണ്ടാവില്ല. അവരുടേതായ ജോലിയിൽ അല്ലെങ്കിൽ ഫ്രീ ടൈം ഫോണിൽ ഇങ്ങനെയായിരിക്കും. അതല്ല ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അവർ കൂടെ തന്നെ ഇരുന്ന് കളിക്കുക, അവർ കളിക്കുന്നത് എന്താണോ അതിനോട് കൂടെ സംസാരിക്കുക, അവർ കൂടെ തന്നെ കളിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അവരുടെ ചിന്താഗതികൾ എന്താണെന്ന് മനസ്സിലാക്കാനും അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ അടുത്തുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആ സമയത്ത് വളരെയധികം നന്നായിട്ട് നടക്കും. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല ടൈമാണ് ക്വാളിറ്റി ടൈം. അത് നിങ്ങൾ ഒരുപാട് സമയം വേണമെന്നൊന്നുമില്ല, ഒരു ദിവസത്തിൽ 1 മണിക്കൂർ മതി. ഇപ്പം ചില ആൾക്കാരുണ്ട് കുഞ്ഞ് ഒരു വയസ്സ് തൊട്ട് ഒരു 3-4 വയസ്സ് വരെ ചിലപ്പോൾ കുട്ടികളോട് ആ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. കാരണം കുഞ്ഞു മക്കളല്ലേ, അവർ വീഴോ ഇതാക്കുമെന്ന് വെച്ചാൽ അവരുടെ കൂടെ കളിക്കും. അത് കഴിഞ്ഞ് അവർ സ്വന്തമായിട്ട് കളിക്കാൻ അവർ എല്ലാത്തിനും പ്രാപ്തിയായി, ഒരു 4, 5, 6 വയസ്സൊക്കെ ആകുമ്പോഴേ എല്ലാത്തിനും പ്രാപ്തിയായി എങ്കിൽ പിന്നെ അവരുമായിട്ടുള്ള ക്വാളിറ്റി ടൈം അങ്ങോട്ട് കുറയും. ടീനേജ് അല്ല, അതിൻ്റെ അപ്പുറത്ത് എത്തുമ്പോൾ ഒരു വലിയൊരു കല്യാണം കഴിച്ചൊരു മോനാണെങ്കിൽ പോലും ഒരു അരമണിക്കൂറൊക്കെ അവൻ്റെ കൂടി ഇരുന്ന് വർത്താനം പറയുന്നത് ഒരു നല്ല പാരൻറ്റിങ് തന്നെയാണ് കേട്ടോ. കാരണം അവനും ഒരു ആശ്വാസമാണ്, അത് അച്ഛനും അമ്മയ്ക്കും ആശ്വാസമാണ്. അതായത് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് ഇന്ന ടൈം പീരീഡിൽ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം കുട്ടികൾ 5-6 വയസ്സായി കഴിഞ്ഞാൽ തീരെയില്ല, പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ചിലപ്പം അടുത്തിരുന്ന് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ഒന്ന് കുട്ടീൻ്റെ കൂടെ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള സ്റ്റോറി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പസിൽസ് പോലത്തെ ഗെയിംസ് ഒക്കെ ഇരുന്ന് കളിക്കാം. അത് നമ്മൾ മാത്രമുള്ള ടൈം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പം എനിക്കൊക്കെ മോളുണ്ട്, മോളടുത്താണെങ്കിലും
എന്താണ് ഇനി വരാൻ പോകുന്ന സ്റ്റേജ്, ഒരു പെൺകുട്ടിക്ക് എന്താണ് അടുത്ത സ്റ്റേജ്, ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം കുട്ടികൾ അറിയണം എന്താണ് സമൂഹം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാകുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ്. അങ്ങനെ ഒരു ടൈം എപ്പോഴും എല്ലാ പ്രായത്തിലും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു നല്ല ബോണ്ടിങ് ഉണ്ടാവും. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് വളർത്താൻ പറ്റും. ടീനേജിങ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമാണ്. അത് കുട്ടികളെന്ന് പറയുന്നത് ഭയങ്കര തൻ്റെട ആവണമെന്നല്ല. അവരെ മനസ്സിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഒരുപാട് ഹോർമോൺസും ഇമോഷൻസും ഒക്കെ കടന്നു പോകുന്ന ഒരു പ്രായത്തിൽ അവർക്ക് തന്നെ അറിയില്ല അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. ആ സമയത്ത് അച്ഛനമ്മയും കൂടെ കയ്യും കാലിട്ട് നട്ടം തിരിഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ കുട്ടി എന്താ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളത്. നിങ്ങളുമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ അവളെല്ലാം, അല്ലെങ്കിൽ അവൻ നിങ്ങളടുത്ത് എല്ലാം വന്ന് സംസാരിക്കാൻ, നിങ്ങളടുത്ത് പറയാനുള്ളൊരു മനസ്സുണ്ടാവും. അതിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക. ചെറിയ പ്രായം തൊട്ട് എത്രയോ പ്രായത്തുന്നവരെ ആയാലും ആ ഒരു ബോണ്ട് എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ടൈം എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. പാരൻറ്റിങ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോയിന്റിൽ മാത്രം തീരുന്ന ഒരു കാര്യമല്ല. പാരൻറ്റിങ് എന്ന് പറയുന്നത് അത് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ആർജിച്ചെടുക്കേണ്ട ഒരു കലയാണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങൾ നിങ്ങളെ കുട്ടികളെ നോക്കി പഠിക്കുക. നിങ്ങൾ എന്താണെന്ന് പഠിക്കുക. നിങ്ങൾക്ക് ഒരുപാട് തിരുത്താൻ ഒരുപാട് കാരണങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അതിനെ തിരുത്തുക. എന്നിട്ട് രണ്ടുപേരും ഒന്നിച്ച്, പാരൻസ് അച്ഛനായാലും അമ്മയായാലും ഒന്നിച്ച് കുട്ടികളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനും തിരിച്ച് അവരെ റെസ്പെക്ട് ചെയ്താൽ മാത്രമേ അവർ തിരിച്ച് നിങ്ങളെ റെസ്പെക്ട് ചെയ്യലും. എല്ലാ രീതിയിലും കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു നല്ല പാരൻറ്റിങ് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.